അപ്പോൾ നമ്മൾ ചകിരി വെച്ച് നട്ടിട്ടുള്ള നമ്മുടെ ഇഞ്ചിയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ തുണിയിൽ പൊതിഞ്ഞ് വെച്ച് മുളപ്പിച്ചെടുത്ത ഇഞ്ചീൻ്റെ കഷ്ണമാണ് നട്ട് വെച്ചത്. ഇപ്പോൾ കണ്ടോ, ആ ഇഞ്ചി കഷ്ണം മൊത്തം ഇങ്ങനെ ഫുള്ളും ചെറിയ തളിർപ്പ് വന്ന് ഇല നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഇഞ്ചീൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയോ മണ്ണോ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതുപോലെ കട്ടിയിലാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇഞ്ചി ചെയ്യേണ്ടത്. നമ്മൾ നട്ടിട്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കരുത്. ഇതുപോലെ നമ്മൾ ഇഞ്ചി കഷ്ണം മുകളിലേക്ക് പുറത്തോട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലോണം മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം അതിൻ്റെ കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കൊരു 8-9 മാസം കൊണ്ടൊക്കെ വിളവെടുക്കാവുന്ന ചെറിയ നല്ലൊരു കൃഷിയാണ് അല്ലേ. അത്യാവശ്യമാണ് ഇഞ്ചി, കറിവേപ്പില, അതുപോലെ പുതിന, മല്ലി ഒക്കെ നമുക്ക് വീട്ടിൽ അത്യാവശ്യമാണ് അല്ലേ. അപ്പം ഇതൊക്കെ നടുന്ന വീഡിയോ നമ്മൾ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു 8-9 മാസം മുന്നേ ഞാൻ നട്ടിട്ടുള്ള വേറൊരു റിസൾട്ടാണ്. ഇതും ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ കാണിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇല, കറുമൂസയിലാണ് അടിയിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഞാൻ പറിച്ച് ഉണങ്ങി ഇതിപ്പം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയത് നമ്മളെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ ഒരു ഇഞ്ചീൻ്റെ ഇല ഒന്ന് കരിഞ്ഞ് ഉണങ്ങി വീണു പോവും. അപ്പം ആ വീണു പോകുന്ന സമയത്ത് നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മുകളിലൊക്കെ നല്ലോണം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചീൻ്റെ കഷ്ണമൊക്കെ കണ്ട സമയത്ത് നന്നായിട്ട് കട്ടിയിലും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചട്ടിയിലാണ് 10 ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് ഞാൻ നട്ടിട്ടുള്ളത്. കൂടുതലും സിമെൻറ്റ് ചാക്കിലൊക്കെയാണ് കേട്ടോ നടാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇഞ്ചീൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇഞ്ചി നല്ല ഉഷാറായിട്ട് ഒരു ഇഞ്ചി കഷ്ണം പോലും കേടില്ല കേട്ടോ. കാരണം ഇഞ്ചി നടുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ് ഇഞ്ചി പെട്ടെന്ന് കേട് വരുന്നത്. അപ്പോൾ ഞാനിതാ ഇതേപോലെ നമ്മുടെ ഇഞ്ചീൻ്റെ വലിപ്പം നോക്ക്, ഇത്രയും നല്ല ഉഷാറായിട്ട് നല്ല വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഒരു വീഡിയോൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗിൽ ഇന്ന് നല്ലൊരു ഇഞ്ചി, ഒരു കുഞ്ഞൊരു ഇഞ്ചി കഷ്ണം നട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതും 10 ഇഞ്ചിൻ്റെ ഒരു ഗ്രോ ബാഗാണ്. അപ്പം നടാൻ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഇതെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അപ്പേൻ്റെ ഇലയാണ് കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ഇല ഒത്തിരി നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. നമുക്ക് മുറിവൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ നീര് ആ മുറിവിൽ തേച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് നിങ്ങളും കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ഒരു ഇല ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ഞൊരടി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഈ ഒരു ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സാധാ മണ്ണും കുറച്ച് നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കിയ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മുടെ കുമ്മായം കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ ആ ഒരു പുളിരസം മാറാൻ സഹായിക്കുക. ഇനി കുമ്മായം ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉള്ളതാണ് വിനാഗിരി. അപ്പോൾ ഇച്ചിരി വിനാഗിരി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പോട്ട് മിക്സിലേക്ക് ഒന്ന് തളിച്ചു കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നിങ്ങൾ നടുന്ന സമയത്ത് ആ ഒരു മണ്ണ് എടുക്കുക കേട്ടോ. ആ ഒരു മണ്ണിൻ്റെ പുളിരസം മാറിയിട്ട് നമ്മൾ എന്ത് നടുകയാണെങ്കിലും നന്നായിട്ട് വിളവ് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ നടുന്ന സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് നന്നായിട്ട് കുറച്ച് നല്ലതുപോലെ കട്ടിയിൽ തന്നെ മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇഞ്ചിക്ക് അടിവശത്തേക്കല്ല മണ്ണ് വേണ്ടത്, മുകളിലേക്കാണ്. നമ്മൾ ഇഞ്ചി നട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മേൽമണ്ണ് ഇടയ്ക്ക് ഇങ്ങനെ മണ്ണ് ഇഞ്ചി കഷ്ണം കാണുമ്പോൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഇഞ്ചി കണ്ടോ, കുഞ്ഞൊരു ഇഞ്ചി കഷ്ണമാണ് കേട്ടോ ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ചെറുതായിട്ട് കുഴി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു അപ്പേൻ്റെ ഇല തന്നെ ഇട്ടിട്ട് പൊതയിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നടുന്ന സമയത്ത് പൊതയിട്ട് നമ്മൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാലാണ് ഇഞ്ചീൻ്റെ മുള കുറച്ചും കൂടി ഉഷാറായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി മുളപ്പിച്ചിട്ട് നടുന്ന വീഡിയോ
വീഡിയോയും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പാളയിലാണെങ്കിലും നിരത്തി വെച്ച് മുളപ്പിച്ചെടുക്കുക, തുണിയിൽ പൊതിഞ്ഞ് വെച്ച് മുളപ്പിച്ചെടുക്കുക, അതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചും മുളപ്പിച്ചെടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചതാണ്. അപ്പം ഞാനിത് ഇതുപോലെ പൊതിയിട്ടിട്ട് നല്ലോണം നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നനച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള നല്ലൊരു കൃഷി തന്നെയാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ചട്ടിയിൽ നിന്ന് വിളവെടുത്ത ഇഞ്ചീൻ്റെ കഷ്ണങ്ങളാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു ചെറിയൊരു ചട്ടിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടിവശത്ത് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.